പോയതാ. അധികം രാത്രി മാത്രമേ കോക്രോച്ച് പുറത്തിറങ്ങാറുള്ളൂ. എന്നാൽ ഇപ്പൊ പകലും പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഉപ്പാളെ നൈസായി പൊക്കിയിട്ട് വൈകുന്നേരം കസിനെയും കൂട്ടിയിട്ട് ചായ കുടിക്കാൻ പുറത്തേക്ക് ഇറങ്ങി. റോഡൊക്കെ നല്ല വിശാലമായ റോഡ്. പോകുന്ന വഴിക്ക് ഒരാളെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കി. കുറച്ച് കഴിഞ്ഞ് സ്കൂട്ടറിന്റെ അടുത്ത് നോക്കിയപ്പോൾ കസിനെ കാണുന്നു. ഓന് നമ്മൾ സ്കൂട്ടർ നിർത്തിയതിന് തൊട്ടടുത്തൊരു ഓഫീസിന്റെ ഫ്രണ്ടിൽ നല്ല പഴുത്ത സ്റ്റാർ ഫ്രൂട്ട് കണ്ടപ്പോൾ ഓൻ അത് പറിക്കാൻ പോയതാ. എവിടെ ചെന്നാലും അവന്റെ സ്ഥിരം പരിപാടിയാണ്. ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ എവിടെയെങ്കിലും മരത്തിന്റെ മുകളിൽ കണ്ടാൽ ഓൻ അത് പറിച്ചിട്ട്, പക്ഷെ ഓണറോട് ചോദിച്ചിട്ടേ പറിക്കുള്ളൂ. ആദ്യം പറിച്ച സ്റ്റാർ ഫ്രൂട്ട് ഒരു പക്ഷി കാട്ടി. രണ്ടാമത് നല്ലൊരു സ്റ്റാർ ഫ്രൂട്ട് ആയിരുന്നു കിട്ടിയത്. സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. അവിടുന്ന് പിന്നെ നമ്മളെ പാളയം സബ്വേ കൂടെ ഇറങ്ങി. ചെറുപ്പകാലത്ത് നടന്നതാണ് ഈ ഒരു സബ്വേ കൂടെ. പിന്നെ ഇപ്പോഴാണ് ഇവിടെ മുകളിലെ പാളയം റോഡ് എപ്പോ നോക്കിയാലും നല്ല റഷ്. എന്നാൽ ആ റഷ് കൂടെ റോഡ് ക്രോസ് ചെയ്യാതെ ഏത് ഭാഗത്തേക്ക് പോകാനും ഈ ഒരു സബ്വേ വളരെ യൂസ്ഫുൾ ആണ്. ഇതിനിടയിൽ നമ്മളെ സ്ക്രൂ യൂസ് ചെയ്ത് വളരെ ഭംഗിയായ ഒരു കപ്പലൊക്കെ ഉണ്ടാക്കി. അവിടുന്ന് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി മാങ്കാവ് റോഡിലുള്ള കൽബി ഫുഡ്സിലേക്കാണ് വന്നത്. പരിപ്പോടൊക്കെ 5 രൂപ. ഓൾമോസ്റ്റ് എല്ലാ കടികളും എല്ലാം ലൈവായിട്ടാണ് പറ്റുണ്ടാക്കുക. പൊരിച്ച പത്തിരി, ഉന്നക്കായ, കടുക്ക നിറച്ചത്, അട, ഇറച്ചിപ്പത്തിരി, അതുപോലെ ഇവിടുത്തെ ചായ അടിപൊളിയാണ്. ഈ ഒരു ചട്നി കൂട്ടി സമൂസ കഴിക്കാൻ നല്ല ടേസ്റ്റ്. കസിന് ഫിഷ് വാങ്ങിക്കാൻ വേണ്ടി ഒരു പെറ്റ് ഷോപ്പിലേക്ക് പോകും. എക്കോറിൽ ഇതുപോലെ മീൻ പിടിക്കുന്നത് കാണാൻ തന്നെ ഒരു വേറെ വൈബാണ്. ഇതാണ് കസിൻ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന കോക്ടെയിൽ. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. ബാക്കി നാളെ.